ഫീൽഡ് ഓഫ് വ്യൂ ഓഫ് മിറേഴ്സ് ആൻഡ് നാച്ചർ ഓഫ് ഇമേജസ്. ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നതാണ്. ഇപ്പോൾ കോൺകേവ് മിററിൻ്റെ കേസിൽ when the position of the object is at infinity, the image is formed at f or at focus. When considering an object beyond c, the position of the image is between f and c. രണ്ട് കേസസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി കേസസിൻ്റെ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ നോട്ട്സ് തന്നിട്ടുണ്ട്. അറ്റ് ഇൻഫിനിറ്റിയിലും അതേപോലെ തന്നെ ബിയോണ്ട് സിയിലും ഫോം ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ ഫീച്ചേഴ്സ്. അറ്റ് ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെക്കും നമ്മൾ അറ്റ് ഫോക്കസിനാണ് ഫോം ചെയ്തിട്ടുള്ളത് പറഞ്ഞല്ലേ. അപ്പോൾ ദി ഫീച്ചേഴ്സ് ഓഫ് ദി ഇമേജ് ഫോംഡ് ഈസ് ദേ ആർ ഇൻവേർട്ടഡ്, റിയൽ ആൻഡ് സ്മോൾ. അതേപോലെ തന്നെ വെൻ ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ബിയോണ്ട് സി and the position of the images between f and c, and the features of the images are inverted, small and real. ഇപ്പോൾ രണ്ട് കേസസിലും സെയിം ആയിട്ടാണത് ഇമേജിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത പൊസിഷനാണത് അറ്റ് സി. ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് സി. ദി ഇമേജ് ഫോർമേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് സി ഇറ്റ് സെൽഫ്. അറ്റ് സിയിൽ ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമേജ് ഈസ് ഓൾസോ ഫോംഡ് അറ്റ് സി. മൂവിങ് ഓൺ ടു ദി ഫീച്ചേഴ്സ് ഓഫ് ദി ഇമേജസ്. ദി സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് സൈസ് ഓഫ് ദി ഇമേജ്, ആൻഡ് ദി ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. വെൻ ദി പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്, the image is formed beyond C, and the features are they are inverted, big or enlarged and real. When the position of the object is at F, the rays are parallel. ഇപ്പോൾ ഇവിടെ ഇമേജ് ഫോർമേഷൻ്റെ ചാൻസ് വളരെ കുറവാണ്. or we can say image can be formed at infinity. അപ്പോൾ അങ്ങനെയാണ് എഫിൻ്റെ കേസ്. ഒരു എക്സെപ്ഷണൽ കേസാണ്. അപ്പോൾ അടുത്ത കേസാണിത് വെൻ ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഫോക്കസിനും പോളിനും ഇടയിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ദി ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദി മിറർ, ആൻഡ് ദി ഫീച്ചേഴ്സ് ആർ ദേ ആർ വെർച്വൽ ആൻഡ് എൻലാർജ്ഡ് ആൻഡ് ഓൾസോ ഡയറക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺകേവ് മിററിൻ്റെ കേസിലുള്ള ഇമേജ് ഫോർമേഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഈ ഓരോ കേസസിലെയും ഡയഗ്രാം ക്ലിയർ ആക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കുക. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. While considering table 4.3, there are some situations in daily life in which we can make use of the inferences. ഇപ്പോൾ ഡെയിലി ലൈഫിലെ കുറച്ച് സിറ്റുവേഷൻസിലെ ബേസിൽ കുറച്ച് മിറേഴ്സിനെ നമുക്ക് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ പ്ലെയിൻ മിററിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇൻഫറൻസസ്, അതായത് പൊസിഷൻ ഓഫ് ഇമേജ് ആൻഡ് ഫീച്ചേഴ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ പറ്റി പറയാണ്. ദി ഇമേജ് ഈസ് ബിഹൈൻഡ് ദി മിറർ. ഡിസ്റ്റൻസ് ടു ദി ഒബ്ജക്റ്റ് ആൻഡ് ദി ഡിസ്റ്റൻസ് ടു ദി ഇമേജ് ഫ്രം ദി മിറർ ആർ ദി സെയിം. ദി ഇമേജ് ഈസ് വെർച്വൽ, ദാറ്റ് ഈസ് ഇമേജിനറി, ഇറക്റ്റ് ആൻഡ് ഈസ് ഓഫ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ സെയിം സൈസാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് മിറർ ഈസ് same as that of distance between image and mirror. അതേപോലെ തന്നെ ഇമേജ് ഈസ്
ഫോംഡ് ബിഹൈൻഡ് ദി മിറർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പ്ലെയിൻ മിററിൻ്റെ കേസിൽ നമ്മൾ ഒരു പ്ലെയിൻ മിററിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സൈസ് സെയിം ആണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റ് ആൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇമേജസ് സെയിം ആണ്. മിററായിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസും അതേപോലെ തന്നെ മിററായിട്ടുള്ള ഇമേജിൻ്റെ ഡിസ്റ്റൻസും ഈക്വലാണ്. അപ്പോൾ വി ഫീൽ ദാറ്റ് ദി ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദി മിറർ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മൂവിങ് ഓൺ ടു ദി കോൺവെക്സ് മിറർ. ഇപ്പോൾ ഇൻഫറൻസസ് വായിക്കാം. ഇമേജ് ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ പോൾ ഓഫ് ദി മിറർ ആൻഡ് ദി പ്രിൻസിപ്പൽ ഫോക്കസ്. ദി ഇമേജ് ഈസ് ഡിമിനിഷ്ഡ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഇപ്പോൾ കോൺവെക്സ് മിററിൻ്റെ കേസിലുള്ള കാര്യമാണ് പറയുന്നത്. ഇമേജ് ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ ദി പോൾ ഓഫ് ദി മിറർ ആൻഡ് ദി പ്രിൻസിപ്പൽ ഫോക്കസ്. ദി ഇമേജ് ഈസ് ഡിമിനിഷ്ഡ്, വളരെ ചെറുതാണ്, അതേപോലെ തന്നെ വെർച്വൽ ആൻഡ് ഇറക്റ്റ്. അപ്പം അങ്ങനെയുള്ള ഒരു കേസാണത് റിയർ വ്യൂ മിറർ, നമ്മുടെ വെഹിക്കിൾസിലുള്ള മിററിൻ്റെ കേസിൽ. അപ്പം നമുക്ക് നമ്മുടെ ബിഹൈൻഡിലുള്ള ഒബ്ജക്റ്റിനെ വളരെ ഡിമിനിഷ്ഡ് ചെയ്തിട്ട് എക്സ്പാൻഡ് ആയിട്ടുള്ളൊരു വ്യൂ തരുന്ന കേസാണത് കോൺവെക്സ് മിററിൻ്റെ കേസ്. അപ്പോൾ അടുത്തതായിട്ട് കോൺകേവ് മിററിൻ്റെ കേസാണ്. ഇൻഫറൻസസ് കൺവെർജസ് ഡിസ്റ്റൻറ്റ് റേസ് ടു പ്രിൻസിപ്പൽ ഫോക്കസ്. ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ദൂരെ നിന്ന് വരുന്ന റേസിനെ പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന പറയുന്നത്. അപ്പം അങ്ങനത്തെ കേസസ്, അതായത് കോൺകേവ് മിററിൻ്റെ കേസസ്, അതായത് ചെറിയ ഇമേജസിനെ അല്ലെങ്കിൽ ചെറിയ ഒബ്ജക്റ്റിനെ വലിയ ഇമേജസ് ആക്കി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പം അങ്ങനത്തെ കേസസാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഈ ENT ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ലെൻസ്, അതേപോലെ തന്നെ മിറേഴ്സ്. അവിടെ നമുക്ക് കോൺകേവ് മിററാണ് ENT ഡോക്ടേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ അടുത്തതും കോൺകേവ് മിററിൻ്റെ കേസാണ്. റിഫ്ലക്ട്സ് ദി റേസ് കമ്മിങ് ഫ്രം പ്രിൻസിപ്പൽ ഫോക്കസ് ആസ് പാരലൽ റേസ്. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസിന് വരുന്ന റേസിനെ പാരലായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസാണെന്ത്, നമ്മളെ കാറിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ. അപ്പോൾ ഹെഡ്ലൈറ്റ് ഓഫ് എ കാർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റിസൾട്ടിങ് റിഫ്ലക്റ്റഡ് റേസ് മൂവിങ് ആസ് എ പാരലൽ റേ. അപ്പോൾ അടുത്ത കേസും കോൺകേവ് മിററിൻ്റെ ഒരു കേസാണ് പറയുന്നത്. For the object placed between principal focus and pole, the image formed are enlarged and erect. So here the object is placed between principal focus and pole. Principal ഫോക്കസിനും പോളിനും ഇടയിലാണ് ആര് വെച്ചിട്ടുള്ളത്, ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കേസ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വി കൺസിഡർ ദി ഇമേജസ് ഫോംഡ് ബിഹൈൻഡ് ദി മിറർ. അപ്പോൾ അങ്ങനത്തെ കേസാണത്. അപ്പോൾ അങ്ങനത്തെ കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷേവിങ് മിറർ, അതേപോലെ തന്നെ മേക്കപ്പ് മിറർ, അതേപോലെ തന്നെ ടോർച്ചസ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇങ്ങനത്തെ കേസസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൈനൽ കേസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി സീ ദി റിഫ്ലക്റ്റഡ് റേ മൂവിങ് എവേ ഈച്ച് അതർ. ഇപ്പോൾ ടോപ്പ് മോസ്റ്റിലെ റേയും അതേപോലെ തന്നെ ലോവർ ബോട്ടത്തിലെ റേസും മൂവിങ് എവേ, അതായത് ആ ഒരു പാരലൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാത്ത് ഒഴിവാക്കിയിട്ട് എക്സ്പാൻഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ അങ്ങനത്തെ കേസസാണിത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൺകേവ് മിററിൻ്റെ കേസസാണ് ലാസ്റ്റ് പറഞ്ഞ 3 എണ്ണം. അപ്പോൾ എന്ത് ചെയ്യുക, കോൺകേവ് മിററിൻ്റെ യൂസസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യമാണെന്ത് ഇത്രയും പറഞ്ഞുള്ള കാര്യം. ഈ സെക്ഷൻ എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Mirror equation and focal length. I think all of you are familiar with the word focal length. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്താണെന്ന് എല്ലാവർക്കും തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമായിരിക്കും.
അപ്പോൾ നാലൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോക്കൽ ലെങ്ത് റെഫേഴ്സ് ടു ആസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോൾ ആൻഡ് ദി ഫോക്കസ് പോയിൻറ്റ്. അപ്പോൾ ഫോക്കസ് പോയിൻറ്റും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. Now we are going to explain mirror equation. അപ്പോൾ അതിന് മുന്നേ എന്താണ് മിറർ ഇക്വേഷൻ എന്ന് പറയുന്നതിന് മുന്നേ നമുക്കിവിടെ ഒരു എക്സ്പെരിമെൻറ്റ് നോക്കാനുണ്ട്. അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ ഓൺ എ ടേബിൾ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അറ്റ് വൺ എൻഡ് ഓഫ് ദി ലൈൻ പ്ലേസ് എ കോൺകേവ് മിറർ ഓഫ് focal length 20 cm. That is the distance between pole and focus is 20 cm. ഇപ്പോൾ സാധാരണഗതിയിൽ ഫോക്കൽ ലെങ്ത് ലെൻസ് നമ്മൾ എക്സ്പെരിമെൻറ്റ്സിന് യൂസ് ചെയ്യുന്ന ലെൻസസ് നോർമലി 20, 15, 10 to 20 റേഞ്ചിലുള്ള ഫോക്കൽ ലെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന മിറേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. മാർക്ക് പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ ഓൺ ദി ലൈൻ. പ്രിൻസിപ്പൽ ഫോക്കസും അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് കർവേച്ചർ എഫും സിയും ഡിനോട്ട് ചെയ്യുക. ഫിക്സ് എ ബേണിംഗ് കാൻഡിൽ ഓൺ ദി പ്രിൻസിപ്പൽ ഫോക്കസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് അറ്റ് എ സൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് അറേഞ്ച് എ സ്ക്രീൻ ഇൻ വിച്ച് വേ ദാറ്റ് ക്ലിയർ ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ് ഓൺ സ്ക്രീൻ. അപ്പോൾ നമ്മളെങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻഡിൽ പ്ലേസ് ചെയ്യുക, അതേപോലെ തന്നെ സ്ക്രീന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇമേജ് ക്ലിയർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നവരെ എന്ത് ചെയ്യുക, നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുക. സ്ക്രീൻ ഇങ്ങനെ മൂവ് ചെയ്യുക, അപ്പോൾ നമുക്ക് ഇമേജ് ക്ലാരിഫൈ ചെയ്തിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ മൂവ് ദി സ്ക്രീൻ അൺടിൽ ദി ഇമേജ് ഈസ് ക്ലിയർ. ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദി പൊസിഷൻ ആൻഡ് ഫീച്ചർ ഓഫ് ദി ഇമേജ്. പൊസിഷനും അതേപോലെ തന്നെ ഫീച്ചർ ഓഫ് ദി ഇമേജ്. അപ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദി ഇമേജ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി. എഫിനും സിനും ഇടയിലാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലേ. അതേപോലെ തന്നെ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇമേജസ്. ദി ഇമേജ് ഈസ് ഇൻവേർട്ടഡ് ആൻഡ് ഇറ്റ് ഈസ് real and also it is quite smaller than the original object. അപ്പോൾ സ്മോളർ ആണ്, ഇൻവേർട്ടഡ് ആണ്, അതേപോലെ തന്നെ റിയലും ആണ്. ഒബ്സർവ് ദി ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ഇമേജ് ആൻഡ് ഫീച്ചേഴ്സ് ഓൺ ചേഞ്ചിങ് ദി പൊസിഷൻ ഓഫ് ദി ക്യാൻഡിൽ. ഇവിടെയാണ് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, ആ ക്യാൻഡിലിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യാണ്, 1 by 1 ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. വി ആർ ഗോയിങ് ടു ചേഞ്ച് ദി പൊസിഷൻ ഓഫ് ദി ക്യാൻഡിൽ. അപ്പോൾ അങ്ങനെ ഒബ്സർവ് ചെയ്യാം. ഇവിടെ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ്, ദാറ്റ് ഈസ് യു. ഡിസ്റ്റൻസ് ഇമേജ്, ദാറ്റ് ഈസ് വി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു 25 റേഞ്ചിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇൻക്രീസ് ചെയ്യാണ് ടു 30, 40 റേഞ്ചിൽ ഇൻക്രീസ് ചെയ്യണം. വി ഹാവ് ടു ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ടു ദി ഇമേജ്, ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദി വി. അപ്പോൾ ഇവിടെ യു ഇൻക്രീസ് ചെയ്യാണ്, അതായത് ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ വൈൽ ഡൂയിങ് ദി എക്സ്പെരിമെൻറ്റ് we can see that the distance to the image keeps on decreasing as the distance to the object increases. ഇപ്പോൾ യു വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വി വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് യു വി ബൈ യു പ്ലസ് വി എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ആവറേജ് വാല്യൂ ഓഫ് യു വി ബൈ യു പ്ലസ് വി. ഈ 3 ഒബ്സർവേഷൻസിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദി ആവറേജ് വാല്യൂ ഓഫ്
UV by U plus V is to be 20 centimeter. അപ്പോൾ ഈ ആവറേജ് വാല്യൂ UV by U plus V എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫാക്ടറിൻ്റെ ആവറേജ് വാല്യൂ നമുക്ക് 20 സെൻറ്റിമീറ്റർ ആയിട്ടാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി മിറർ വിച്ച് വി ഹാവ് ടേക്കൺ. അപ്പോൾ ഫോക്കൽ ലെങ്ത്തിന് ന്യൂമറിക്കലി ഈക്വൽ ആയിട്ടാണ് UV by U plus V എന്ന ഫാക്ടർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഫോക്കൽ ലെങ്ത് F can be obtained by using UV by U plus V. That is F is equal to UV by U plus V. Further reorder ചെയ്യുമ്പോൾ നമുക്ക് 1 by F is equal to 1 by U plus 1 by V എന്ന് പറഞ്ഞുള്ള ഇക്വേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. This equation is known as mirror equation. അപ്പോൾ ഇതാണത് mirror equation and it gives us the focal length. അപ്പോൾ 1 by F is equal to 1 by U plus 1 by V. So while using different types of mirrors, the position and nature of image changes in accordance with the change in the position of object. On such occasion, finding the size and nature of image is also equally important as finding the ഫോക്കൽ ലെങ്ത്. ഇപ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ദ റിലേഷൻ ബിറ്റ്വീൻ U ആൻഡ് V. അപ്പോൾ U ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ V എന്നാണ് ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ അവിടെ UV by U plus V എന്നുള്ള ഫാക്ടർ നമ്മൾ ന്യൂമറിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് തരാം. നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? അറൗണ്ട് 20 റേഞ്ചിലാണ്, അതായത് അറൗണ്ട് ഫോക്കൽ ലെങ്ത്തിൻ്റെ റേഞ്ചിലാണ്. അപ്പം നമുക്ക് ഇമേജിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കൽ ലെങ്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത് എന്താണ് മിറർ ഇക്വേഷൻ. വാട്ട് യു മീൻ ബൈ മിറർ ഇക്വേഷൻ? ദാറ്റ് ഈസ് 1 by F is equal to 1 by U plus 1 by V. New Cartesian sign convention rule. It is an important rule that we have to follow while calculating the numerical values like F, U, V and others. അപ്പോൾ ഇത് നമ്മൾ ന്യൂമറിക്കലായിട്ടുള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂളാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ when we measure a distance upwards, we consider the distance as positive. അപ്പം നമ്മൾ മേലോട്ടാണ് ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസിന് നമ്മൾ പോസിറ്റീവായിട്ടാണ് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ 3 ആണ് നമുക്ക് ആ ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ +3 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ ഡൗൺവേർഡാണ് ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നെങ്കിൽ 3 ആണല്ലേ ആ ഡിസ്റ്റൻസ്, പക്ഷേ വി കൺസിഡർ ഇറ്റ് ആസ് -3. ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്വാർഡ് ഡയറക്ഷനാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവും, അതേപോലെ തന്നെ ഡൗൺവാർഡ് ഡയറക്ഷനാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് നെഗറ്റീവ്. അപ്പോൾ അടുത്തൊരു ഫർദർ ആയിട്ടുള്ള പോയിൻ്റാണ് വെൻ വി മെഷർ ഡിസ്റ്റൻസ് ടുവാർഡ്സ് റൈറ്റ്. നമ്മൾ റൈറ്റിലേക്കാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് കൺസിഡർഡ് ആസ് പോസിറ്റീവ്. അപ്പോൾ റൈറ്റിലേക്ക് നമ്മളൊരു 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ വി കൺസിഡർ ഇറ്റ് ആസ് +5, ദാറ്റ് ഈസ് +5. On the other hand, when we measure a distance towards the left, മിററിന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ വി കൺസിഡർ ഇറ്റ് ആസ് നെഗറ്റീവ്. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വി കൺസിഡർ ഇറ്റ് ആസ് -5. ഇപ്പോൾ -5 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യുക. ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫിഗർ 4.6 ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 2 പോയിൻറ്റ്സാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ദി ഒബ്ജക്റ്റ് ഫ്രം ദി മിറർ, ദാറ്റ് ഈസ് U ഇൻ ദി കേസ് ഓഫ് മിറർ ഈസ് ഗിവൺ ബൈ, ഇപ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഒബ്ജക്റ്റും മിററിലുള്ള ഡിസ്റ്റൻസ് അല്ലേ, ദാറ്റ് ഈസ് U.
അപ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് കാണാൻ സാധിക്കുന്നത്, ലെഫ്റ്റിലോട്ടാണ് മെഷർ ചെയ്യുക, മിററിന് ലെഫ്റ്റിലോട്ടാണ് മെഷർ ചെയ്യുക അല്ലേ. ഇറ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ഡിസ്റ്റൻസ് ടു ദി ഇമേജ് ഫ്രം ദി മിറർ വി. റൈറ്റിലോട്ടാണ് മെഷർ ചെയ്യുക, ഇറ്റ് ഈസ് പോസിറ്റീവ് നാച്ചർ. ദെൻ ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് ഒ ബി. ഒബ്ജക്റ്റ് എങ്ങനെയാണ്, അപ്വാർഡ് ഡയറക്ഷൻ ആണല്ലേ, ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് പോസിറ്റീവ് നാച്ചർ. ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്, വി കൺസിഡർ ഇറ്റ് ആസ് നെഗറ്റീവ്. ഇത്രയും കാര്യങ്ങൾ കോൺകേവ് മിററിൻ്റെ കേസിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ന്യൂ കാർട്ടീഷ്യൻ സൈനിക് കൺവെൻഷൻ റൂൾ യൂസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, നമുക്ക് പ്രോബ്ലംസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. കൺസിഡർ ഫിഗർ 4.7. അപ്പം നമ്മളിവിടെ ചെറിയ രീതിയിൽ നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ ഒന്ന് അപ്ലൈ ചെയ്യണം. ഇവിടെ കോൺകേവ് മിററിൻ്റെ കേസിൽ ഒരു ഇമേജ് ഫോർമേഷനാണ് തന്നിട്ടുള്ളത്. ഇമേജ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആൻഡ് ദ ഒബ്ജക്റ്റ് ഈസ് ബിയോണ്ട് സി. ഇവിടെ ഫസ്റ്റിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണെന്ത്, ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം ദി മിറർ. ഇത്രയാണ് 60 ആണല്ലേ, ബട്ട് വി മെഷർ ഇറ്റ് ഫ്രം ദി മിറർ ടു ദി ഒബ്ജക്റ്റ്. അപ്പോൾ ലെഫ്റ്റിലോട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. വി നോട്ട് ഡൗൺ ഇറ്റ് ആസ് -60 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ അടുത്തതായിട്ട് ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫ്രം ദി മിറർ എന്തായിരിക്കും, 20 സെൻറ്റിമീറ്റർ ആണ്, പക്ഷേ ലെഫ്റ്റിലോട്ടാണ്ട് -20 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് ദാറ്റ് ഈസ് ടുവാർഡ്സ് ദ ലെഫ്റ്റ് and it is given by -15 centimeter. Radius of curvature is -30 centimeter. Height of object OB is 12 centimeter and height of image that is given by -4 centimeter since it is measured in downward direction. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ സെക്ഷനാണ്, അതും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. When an object is placed in front of a concave mirror at a distance 30 cm from an image is obtained on a screen at a distance of 20 cm from the mirror. Find the focal length of mirror. അപ്പോൾ ഇവിടെ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് ആണെന്ന് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ചൂസ് ചെയ്തിട്ട് നോട്ടിലേക്ക് എടുത്ത് എഴുതാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ദി മിറർ ഈസ് ഗിവൺ, ദാറ്റ് ഈസ് -30 സെൻറ്റിമീറ്റർ. കോൺകേവ് മിററാണ്, എപ്പോഴും യു എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ distance between the screen and the mirror, that is image to mirror distance, 20 centimeter ആണല്ലേ. കോൺകേവ് മിററിൻ്റെ കേസ് ആയിട്ട് നമ്മൾ എന്താണ് എടുക്കുന്നത്, v -20 centimeter. അപ്പോൾ we can substitute in 1/f = 1/v plus 1/u, or f = uv by u plus v. We get -30 into -20 divided by -30 minus -20. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, -30 into -20 gives +600 അല്ലേ, divided by -30 -20 gives -50. അപ്പോൾ 600 divided by -50 gives -12 centimeter. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ കൂടി ജസ്റ്റ് പറയാം. An object is placed in front of a concave mirror 20 centimeter away from it, that is u is equal to -20 centimeter, and if its focal length is 40 centimeter, that is a -40. Locate the position of
ഇമേജ് ആൻഡ് ഇറ്റ്സ് നേച്ചർ. പൊസിഷൻ എന്ത് ചെയ്യണം, ഇമേജ് എന്ത് ചെയ്യണം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, ഫൈൻഡ് ചെയ്യാൻ വേണം. അപ്പോൾ അതിന് നമ്മൾ ഫോക്കൽ ലെങ്ത്ത് കാണണം. നമ്മൾ ഫോക്കൽ ലെങ്ത്തും ഇമേജും തമ്മിലുള്ള റിലേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എസെൻഷ്യലായിട്ട് കാണാൻ പറ്റുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാം, കണ്ടു വെക്കാം. ദാറ്റ് ഈസ് എഫ് യു ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, വിയോ വേറെ വല്ല ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫിസിക്കലി വി ബൈ യു പ്ലസ് വി ആണ്. അപ്പോൾ വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് വി ഫ്രം ഇറ്റ്. അപ്പോൾ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫൈനലി വി ഗെറ്റ് വി ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ. അപ്പോൾ വി എന്താണ്, 40 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് നാച്ചർ. എവിടെയായിരിക്കും, മിററിൻ്റെ റൈറ്റ് സൈഡിലാണ്. ദാറ്റ് ഈസ് ദി ഇമേജ് ഫോംഡ് ഈസ് വെർച്വൽ ആൻഡ് ഡയറക്റ്റ്. ആൻഡ് ഓൾസോ v is greater than u, that is the image is enlarged. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ പൊസിഷനും അതേപോലെ തന്നെ ആ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. At next we are going to explain the relation between position of image and the size of image. പൊസിഷനും സൈസും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ while considering the candle experiment, നമ്മൾ വി ബൈ യു റേഷ്യോ എന്ത് ചെയ്യാണ്, കാണാൻ പോവാണ്. വി ബൈ യു റേഷ്യോ കാണാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ എച്ച് ഐ ബൈ എച്ച് ഒ, ദാറ്റ് ഈസ് height of image to height of object ratio. ഇപ്പോൾ ഈ രണ്ട് റേഷ്യോസും കാണാം. അപ്പോൾ വി ബൈ യു റേഷ്യോ, ദി ആവറേജ് വി ബൈ യു ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആവറേജ് എച്ച് ഐ ബൈ എച്ച് ഒ. ഇപ്പോൾ വി ബൈ യു ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ നമുക്ക് ന്യൂമറിക്കലി എക്സ്പെരിമെൻറ്റിൽ നിന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാം ഒരു ഇമേജ്, ഇറ്റ്സ് സൈസ് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെക്കാട്ടും 2 ഇരട്ടിയാണ് ആര്, ഇമേജിന് സൈസ്. അപ്പോൾ അവിടെ എത്ര അളവിലാണ് ഇമേജ് മാഗ്നിഫൈ ചെയ്തിട്ടുള്ളത്, എത്ര അളവിലാണ് ഇമേജ് വലിപ്പം വെച്ചിട്ടുള്ളത്? ഇപ്പോൾ 2 ഇരട്ടിയാണ് അല്ലേ. അപ്പോൾ എച്ച് ഐ ബൈ എച്ച് എന്നുള്ള റേഷ്യോ, ഇറ്റ് ഗിവ്സ് ദി മാഗ്നിഫിക്കേഷൻ വാല്യൂ, ദാറ്റ് ഈസ് ഹൗ മച്ച് ടൈംസ് ദി ഇമേജ് ഈസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു വാല്യൂ ആണ് എച്ച് ഐ ബൈ എച്ച് ഒ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ എച്ച് ഐ ബൈ എച്ച് ഒ ഈസ് നോൺ ആസ് ദി മാഗ്നിഫിക്കേഷൻ, ദാറ്റ് ഈസ് ഹൗ മച്ച് ബിഗ് ഓർ ഹൗ മച്ച് ഈസ് ദി സൈസ് വെൻ കമ്പയർഡ് ടു ഒബ്ജക്റ്റ്, ഇമേജിൻ്റെ സൈസ് വെൻ കമ്പയർഡ് ടു ഒബ്ജക്റ്റ്. അതാണത് എച്ച് ഐ ബൈ എച്ച് ഒ. Magnification denoted by small letter m is equal to hi by ho. ഇവിടെ ചോദിച്ചിട്ടുണ്ട് hi by ho is magnification. Does it have any relation with the value of v by u? അപ്പോൾ v by u ആയിട്ടുള്ള എന്തെങ്കിലും റിലേഷൻ കാണിക്കുന്നുണ്ടോയെന്നാണ് മാഗ്നിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് വി ബൈ യു ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച്. ഇവിടെ ചെറിയൊരു ചേഞ്ച് വരുന്നത്, അതായത് മിററിൻ്റെ കേസസിൽ ഇപ്പോൾ 2 മിറേഴ്സ് ഉണ്ട്, 2 മിറേഴ്സിൻ്റെ കേസസിൽ ചെറിയൊരു ചേഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഫിഗർ 4.8 ശ്രദ്ധിക്കുക. സിമിലർ ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഒ ബി പിയും ഐ എം പിയും കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ
സിമിലർ ട്രയാങ്കിൾസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആംഗിൾ ഈക്വലാണ്, ഒരു ആംഗിൾ ഈക്വലാണ്, അതുപോലെ തന്നെ സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ, ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ. ദാറ്റ് ഈസ് IM/OB ഈസ് ഈക്വൽ ടു IP/OP. അപ്പോൾ I എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഹൈറ്റ് ഓഫ് ഇമേജ് ആണ്, OB എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അതേപോലെ തന്നെ IP ഈസ് ഈക്വൽ ടു V ആൻഡ് OP ഈസ് ഈക്വൽ ടു U. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഗെറ്റ് HI/HO ഈസ് ഈക്വൽ ടു V/U. മിയർലി ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് HI/HO ഈസ് ഈക്വൽ ടു V/U നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് വി ഹാവ് ടു കൺസിഡർ ദി ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ആ റൂള് കൺസിഡർ ചെയ്യുമ്പോൾ the value of HI, that is height of image, becomes negative, and also V and U also becomes negative. Then the equations become minus HI/HO is equal to minus V/-U. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റാൻ സാധിക്കും? HI/HO എന്നാണ് മാഗ്നിഫിക്കേഷൻ ആണ്, അതായത് ദാറ്റ് ഈസ് -M ഈസ് ഈക്വൽ ടു -V/-U. ഇപ്പോൾ രണ്ട് നെഗറ്റീവ് ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ M ഈസ് ഈക്വൽ ടു V/-U, ദാറ്റ് ഈസ് M ഈസ് ഈക്വൽ ടു -V/U. അപ്പോൾ ഡിനോമിനേറ്ററുള്ള നെഗറ്റീവ് സൈൻ ഇങ്ങോട്ട് പോകും, ന്യൂമറേറ്ററിലേക്ക് പോകും. വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു HI/HO is equal to -V/U. HI/HO is equal to -V/U ആണത് നമുക്കിവിടെ ഒപ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. എന്തിൻ്റെ കേസിൽ? കോൺകേവ് മിററിൻ്റെ കേസിൽ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ മേക്ക് ഷുവർ ദാറ്റ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ ഈസ് യൂസ്ഡ്. അപ്പോൾ അടുത്തതായിട്ട് കുറച്ച് ഫിഗേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? സൈസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് മാഗ്നിഫൈഡ് ഓർ ഡിമിനിഷ്ഡ്. മാഗ്നിഫിക്കേഷൻ വാല്യൂവിൻ്റെ ബേസിലുള്ള കുറച്ച് ഫൈൻഡിങ്സാണ് അവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം? ഫിഗർ 4.9 ബേസിൽ ടേബിൾ 4.7 കംപ്ലീറ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മാഗ്നിഫിക്കേഷൻ്റെ ബേസിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന കുറച്ച് കൺക്ലൂഷൻസിൻ്റെ ഇടത്തേക്കാണ്. അപ്പോൾ വെൻ വി കൺസിഡർ ദി മാഗ്നിഫിക്കേഷൻ വാല്യൂ ഈസ് 1, അതായത് HI/HO ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അങ്ങനത്തെ കേസസ്, ഇപ്പോൾ HIയും HOയും തമ്മിലുള്ള റേഷ്യോ 1 ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് മാഗ്നിഫിക്കേഷൻ വാല്യൂ ഈസ് ഈക്വൽ ടു 1. ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ 1 ആവണമെങ്കിൽ ന്യൂമറേറ്ററിലുള്ള വാല്യൂ അതേപോലെ തന്നെ ഡിനോമിനേറ്ററിലുള്ള വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് HI മസ്റ്റ് ബി ഈക്വൽ ടു HO. That is size of image must be equal to size of object. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് മാഗ്നിഫിക്കേഷൻ വാല്യൂ 1 ആവുക. പിന്നെ രണ്ട് കേസസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് നെഗറ്റീവ് ആവും മാഗ്നിഫിക്കേഷൻ വാല്യൂ, അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ വാല്യൂ പോസിറ്റീവ് ആവും, ചെറുതാവും അല്ലെങ്കിൽ വലുതാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വെൻ മാഗ്നിഫിക്കേഷൻ ഈസ് മോർ ദാൻ 1, ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ എന്തായിരിക്കും? ന്യൂമറേറ്റർ എന്തായിരിക്കും? ഡിനോമിനേറ്ററെക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഒരു 4/2 കൺസിഡർ ചെയ്യാം. 4/2 എന്താണ്? 2 ആണല്ലേ? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. 2/2 1, 4/2 അല്ലെ 3/2 കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 1.5. അപ്പോൾ എന്താണ്? ന്യൂമറേറ്ററുള്ള വാല്യൂ ഡിനോമിനേറ്ററിനെക്കാളും എന്താണ്? കൂടുതലാണ്. അപ്പം അങ്ങനത്തെ കേസസിൽ സൈസ് ഓഫ് ഇമേജ് ദാറ്റ് ഈസ് HI, നമുക്കറിയാം ന്യൂമറേറ്റർ എന്താണ്? HI ആണ്. HI ഈസ് ഗ്രേറ്റർ ദാൻ HO. സൈസ് ഓഫ് ഇമേജ് ഈസ് ഗ്രേറ്റർ ദാൻ സൈസ് ഓഫ് ഒബ്ജക്റ്റ്.
അപ്പോൾ അടുത്ത കേസാണത് മാഗ്നിഫിക്കേഷൻ ഈസ് ലെസ് ദാൻ 1. അതായത് എന്താണ്, ഫിഗർ എന്താണ്, ചെറുതാവാണ് ചെയ്തിട്ടുള്ളത്. മാഗ്നിഫിക്കേഷൻ ഈസ് ലെസ് ദാൻ 1. ഒരു ഫ്രാക്ഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിനോമിനേറ്റർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ. അപ്പോൾ എന്തായിരിക്കും, സൈസ് ഓഫ് ഇമേജ് ഈസ് സ്മോളർ ദാൻ ദി സൈസ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ നിന്നുള്ള കുറച്ച് ഫൈൻഡിങ്സ് ആണ് താഴെ തന്നിട്ടുള്ളത്. വെൻ ദി മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ് ആണെങ്കിൽ, ദാറ്റ് ഈസ് HI ഗ്രേറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ HI ഈക്വൽ ടു HO ആണെങ്കിൽ, ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയൽ ആയിരിക്കും, അതേപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിരിക്കും. ആൻഡ് ദ മാഗ്നിഫിക്കേഷൻ ഈസ് നെഗറ്റീവ് ആവുന്ന കേസിൽ ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. അപ്പോൾ അതാണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ബേസിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെയിനായിട്ടുള്ള പോയിൻറ്റ്സ്.